നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഫെബ്രുവരി സീരീസ് കഴിഞ്ഞു. മാർച്ച് സീരീസിലേക്ക് നമ്മൾ ഇന്ന് മുതൽ കടക്കും. ഫെബ്രുവരി സീരീസിൽ ഏകദേശം ഒരു 1000 പോയിന്റ് നിഫ്റ്റി ഫോളായി. ഇന്നലെയും ഏകദേശം $200 മില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ അൾട്രാടെക് സിമെൻറ്റ് കേബിൾ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ന്യൂസ്. നിലവിലുള്ള കേബിൾ ബിസിനസ് ചെയ്യുന്ന കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് മാത്രം ഏകദേശം 30,000 കോടി ഇന്നലെ വൈപ്പൗട്ടായി. അതുവഴി ഇന്നലെ മിഡ് ക്യാപ്പ് ഏകദേശം ഒരു 0.8% ഒരു ഫോള് നമ്മൾ ഓൾറെഡി കണ്ടു. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ കനത്ത സെൽ ഓഫ് ഉണ്ടായി. യുഎസിലെ എസ്പെഷ്യലി ടെക്നോളജി ഇൻഡെക്സ് NVIDIA എല്ലാം തന്നെ 8% ഇടിവ് രേഖപ്പെടുത്തി. US വിക്സ് 10% സ്പൈക്ക് ഉണ്ടായി. ഡൊണാൾഡ് ട്രംപിൻ്റെ യൂറോപ്യൻ യൂണിയനിൽ മേലുള്ള പുതിയ താരിഫ് യൂറോപ്യൻ മാർക്കറ്റും നിലവിലുള്ള US മാർക്കറ്റിലുള്ള ടെക്നോളജി സ്റ്റോക്കുകളിലും വലിയൊരു ഇടിവ് കണ്ടു. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. ഈവൻ ഇന്നലെ യുഎസിലെ GDP ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. 2.3% ഒരു ഗ്രോത്ത് ഉണ്ടായെങ്കിൽ കൂടിയും അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി ട്രംപിൻ്റെ യൂറോപ്യൻ യൂണിയൻ മേലുള്ള ആ ഒരു താരിഫ് ഹൈക്ക് കാരണം അതിൽ ലയിച്ചു പോയി. ഇന്ത്യയുടെ GDP ഡേറ്റ ഇന്ന് വരും. ഓൾമോസ്റ്റ് 4 മണിക്ക് ഇന്ത്യൻ GDP ഡേറ്റ വരും. ഇന്ത്യയിൽ പുതിയ ഒരു അപ്ഡേറ്റ് ഉള്ളത്, നിലവിലുള്ള ഫിനാൻഷ്യൽ സെക്രട്ടറി തുഹിൻ പാണ്ഡെ പുതിയ സെബി ചെയർമാനായിട്ട് നിയമിതനാകും. 3 വർഷത്തേക്ക് നിലവിലുള്ള സെബി ചെയർമാൻ എൻ്റെ കാലാവധി ഇന്ന് വരെയാണ് ഉള്ളത്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 50 മുതൽ 100 പോയിന്റ് വരെയുള്ള ഗ്യാപ്പ് ഡൗൺ ആണ്. നിഫ്റ്റിയാണ്. ന്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇതിൽ മാറ്റങ്ങളുണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി കൂടുതൽ ഫോക്കസ് ചെയ്യാത്തത്. കാരണം നിഫ്റ്റിയിൽ ന്യൂസിൽ പറയുന്ന അത് തന്നെ ആളുകൾ 9:15 എക്സ്പെക്റ്റ് ചെയ്യും. അതുവരെയുള്ള ടൈം സ്പാൻ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അവഗണിക്കും. അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റിൻ്റെ ഒരു കൃത്യമായ വാല്യൂ ഒന്നും കോൺസ്റ്റൻ്റ് അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ, സ്ലൈറ്റ്ലി അല്ല 50 മുതൽ 100 പോയിന്റ് വരെയുള്ള ഗ്യാപ്പ് ഡൗൺ ആണ്. അപ്പോൾ പുതിയ ഒരു മാർച്ച് സീരീസ് എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ഒരു 5 മാസം തുടർച്ചയായിട്ട് നെഗറ്റീവിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് പോയൊരവസ്ഥയിലാണ് ഉള്ളത്. ഇനിയിൽ നിന്ന് മാറ്റമുണ്ടാകുമോ എന്നുള്ള ഇതൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ഇന്ത്യൻ നിക്ഷേപകർ. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇതും മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഒരു ഇൻഫർമേഷന് വേണ്ടി പാസ് ചെയ്യുന്നത് ഉള്ളൂ. ഗ്രാനുൽസ് ഇന്ത്യ അവർക്ക് യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഒരു വാർണിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഗ്രാനുൽസ് ഇന്ത്യ, കോൾ ഇന്ത്യ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താൻ തീരുമാനിച്ചു. GE പവർ കമ്പനി അവർക്ക് 273 കോടി രൂപയുടെ പുതിയൊരു കോൺട്രാക്റ്റ് ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. KSB കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 33% ഉയർന്നു. 54 ക്രോർസിൽ നിന്ന് 73 ക്രോർസിലേക്ക് ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സ്കാഫേഴ്സ് ഇന്ത്യ Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 13% ഉയർച്ചയുണ്ടായി. 237 കോടി രൂപ കരസ്ഥമാക്കി ഇതായിട്ടുള്ള ന്യൂസ് ഉണ്ട് സ്കാഫേഴ്സ് ഇന്ത്യയുടെ. ഇനി ടാറ്റ പവർ കമ്പനി 632 കോടി രൂപയുടെ ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. LICക്ക് GST പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. 479 കോടി രൂപയുടെ GST പെനാൽറ്റി GST കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. RVNL കമ്പനിക്ക് 135 കോടി രൂപയുടെ ഓർഡർ സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ചമ്പൽ സൻസ്മാർ കമ്പനി ഇവർ 18% സ്റ്റേക്ക് JSW ഗ്രീൻ എനർജിയുടെ അക്യൂർ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ചമ്പൽ പ്ലാസ്റ്റ് സെൻമാർ കമ്പനിയുടെ PB ഫിൻടെക് കമ്പനിയുടെ നവീൻ കുഗർജി എന്ന് പറഞ്ഞ അദ്ദേഹം ഇവരുടെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് ഇദ്ദേഹം റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ്. PB ഫിൻടെക്. സനോഫി ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 33% ഇടിഞ്ഞതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. കർണക്സ് മൈക്രോ സിസ്റ്റം കമ്പനി ഇവർക്ക് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പുതിയ ഓർഡറുകൾ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. കർണക്സ് മൈക്രോ സിസ്റ്റം. പൈസ ബസാർ കമ്പനി പുതിയ CEO നിയമിതനായി എന്നുള്ള ന്യൂസ് ഉണ്ട്. പൈസ ബസാർ കമ്പനി. ഇനി ഉള്ള ന്യൂസ് ഉള്ളത് ഇൻഡിഗോയാണ്. ഇൻഡിഗോ മാത്രമല്ല, മറ്റുള്ള ഏവിയേഷൻ സെക്ടറുള്ള കമ്പനീസിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇന്ത്യയുടെ എയർ ട്രാഫിക് 11% ജാനുവരിയിൽ
ഉയർന്നതായിട്ടുള്ള ന്യൂസുണ്ട്. ഇൻഡിഗോയാണ് ഈ ഏവിയേഷൻ രംഗത്ത് വലിയ തോതിൽ സർവീസ് നടത്തുന്നത്. ഇനി ടി വി എസ് മോട്ടേഴ്സ് മെക്സിക്കോയിൽ ഇവരുടെ ടി വി എസ് കിങ് ഡൂറാമാക്സ് ലോഞ്ച് ചെയ്തതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.